മനുഷ്യൻ വ്യത്യസ്തമായ സ്വഭാവങ്ങളുടെ ഉടമയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പലതരത്തിലുള്ള സ്വഭാവക്കാരാണ് മനുഷ്യർ. മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അവൻ്റെ പലവിധമായ ചിന്താരീതികൾ, വികാരങ്ങൾ, പ്രവർത്തികൾ, സംസാരശൈലി ഇതൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നവയാണ് എന്ന് കരുതപ്പെടുന്നു. മനുഷ്യ സ്വഭാവത്തിൻ്റെ രൂപവൽക്കരണത്തെക്കുറിച്ചും പലവിധമായ ചർച്ചകളും പലവിധമായ ചിന്തകളുമുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഓരോ വ്യക്തികളുടെയും സ്വഭാവം സ്വാധീനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് രൂപവൽക്കരിക്കപ്പെടുന്നത് അവൻ വളർന്നു വരുന്ന പശ്ചാത്തലത്തിൻ്റെയും അവൻ്റെ പാരമ്പര്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളർന്നു വരുന്ന കുടുംബാന്തരീക്ഷം, തൻ്റെ സുഹൃത്ത് വലയങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിലുള്ള ഇടപെടലുകൾ, ഇതൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഓരോ വ്യക്തികളും വളർന്നു വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചും സംസ്കാരത്തിനനുസരിച്ചും സ്വഭാവങ്ങൾക്ക് മാറ്റങ്ങൾ വരാം. പാരമ്പര്യമായി തന്നെ ലഭ്യമാകുന്ന പല സ്വഭാവ ഗുണങ്ങളും മനുഷ്യനിൽ കാണാനായിട്ട് സാധിക്കും. പല വ്യക്തികൾക്കും പല സ്വഭാവങ്ങളാണ്, നമുക്കെല്ലാവർക്കും അതറിയാവുന്നതുമാണ്. എന്നാൽ ചില വ്യക്തികളെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ കുടുംബത്തിലാകട്ടെ, അവർ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിലാകട്ടെ, സഭയിലാകട്ടെ, പല കാര്യങ്ങളും ആരും പറയാതെ നോക്കിയും കണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില വ്യക്തികൾ അവരുടെ ജീവിത ശൈലി തന്നെ അല്ലെങ്കിൽ സ്വഭാവം തന്നെ വ്യത്യസ്തമായിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. അതായത് അവർ ഉൾപ്പെട്ടിരിക്കുന്ന കുടുംബത്തിലോ അവരായിരിക്കുന്ന സമൂഹത്തിലോ സഭയ്ക്കകത്തോ അവരുടേതാകുന്ന സാഹചര്യങ്ങൾക്കകത്ത് പല കാര്യങ്ങളും ആരും പറയാതെ തന്നെ സ്വയമായി കണ്ടറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പല വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരോട് നീ ഇത് ചെയ്യ് അത് ചെയ്യ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർ കാര്യങ്ങൾ അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് സ്വന്തമായിട്ട് തന്നെ അവർ പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് കഴിയും. അത് ഒരു നല്ല സ്വഭാവ സവിശേഷതയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ അത്തരക്കാർ തന്നെ പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതും കാണാനായിട്ട് സാധിക്കും. ഞാനിതെല്ലാം അറിഞ്ഞ് ചെയ്യുമ്പോഴും ആ വ്യക്തി ഇതൊന്നും അറിഞ്ഞ് ചെയ്യുന്നില്ല, മാർത്തയെ പോലെ അല്ലേ. പലപ്പോഴും അങ്ങനെ നമ്മൾ ആ മറ്റു വ്യക്തികളെ കണ്ടും കേട്ടും അറിഞ്ഞും പ്രവർത്തിക്കാതെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന പോലെ നിൽക്കുന്ന പലരെയും കുറിച്ച് കുറ്റം പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ചില വ്യക്തികൾ സ്വയമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ തന്നെ മറ്റു ചിലരെന്ന് പറയുന്നത് അവർ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അവരുടെ ശ്രദ്ധ വേറെ പലതിലുമൊക്കെ ആയിരിക്കാം. എന്നാൽ അവരിൽ അനേകർ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ ചെയ്യാൻ നല്ല മനസ്സുള്ളവരുമായിരിക്കും. ചിലർ പറഞ്ഞാലും എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. പക്ഷെ മറ്റു ചിലർ അവരുടേതാകുന്ന ലോകത്തിൽ അവരുടേതാകുന്ന ചിന്താഗതികൾക്കനുസൃതമായി അവർ മുന്നോട്ട് പോകുന്നു. എന്നാൽ പല കാര്യങ്ങളെക്കുറിച്ചും അവർ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നില്ലായിരിക്കാം. എന്നാൽ അങ്ങനെയുള്ളവരോട് നമ്മൾ നീ ഇത് ചെയ്യുക, നിന്റെ സാഹചര്യം ഇങ്ങനെ ആയിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക എന്ന് നമ്മളൊരു പ്രബോധനം കൊടുക്കുമ്പോൾ, ഒരു പ്രചോദനം കൊടുക്കുമ്പോൾ, ഒന്ന് പുഷ് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് കണ്ണു തുറന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വ്യഗ്രത കാണിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലരെത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ ഈ സ്വയമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നില്ല എങ്കിലും മറ്റു ചിലർ ഒന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ കാര്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ സന്മനസ്സുള്ള അനേക വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ആരെയും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ഓരോരുത്തരും അവരവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിത ശൈലികളിൽ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഉള്ള പല കാര്യങ്ങളും അവനെ സ്വാധീനിക്കുന്നു. അതനുസരിച്ച് അവൻ്റെ സ്വഭാവങ്ങൾക്കും ചെറുപ്പം മുതൽ തന്നെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അവൻ എന്തൊക്കെയാണോ ചെറുപ്പം മുതൽ സ്വാധീനിക്കുന്നതെല്ലാം അവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതൊക്കെ ഇവിടെയായിത്തീരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ശരിക്കും ദൈവസന്നിധിയിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നാം ആയിത്തീരുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, ഒരു ദൈവത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്താഗതികളെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ പ്രവർത്തികളൊക്കെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം ഇവിടെയായി തീരുകയും സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുവാൻ തക്കവണ്ണം കാരണമായി തീരും. അതിന് ദൈവവചനം ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മയും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് നിർത്തി എന്ന് കാണാൻ കഴിയുന്നത്. എന്തിനാണ് സഭ? അത് കെയർ ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ്, ഒരു നല്ല കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മകളിലൊക്കെ എപ്പോഴും വചന സന്ദേശത്തിന് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. കാരണം വചനത്തിൽ പല കാര്യങ്ങളും നമുക്കറിയാം, എന്നാൽ പോലും ചില സന്ദർഭങ്ങളിൽ ദൈവം നൽകുന്ന ആത്മീക സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതിനെക്കുറിച്ചുള്ള നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കുകയും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും സാധ്യമാകുന്നത്.
അതുകൊണ്ട് തന്നെ സ്വയമായി ചിലർ ആത്മീയ തലങ്ങളിൽ വളരുമ്പോൾ സ്വയമായി തന്നെ ആരുടെയും പരപ്രേരണകളില്ലാതെ അവർ വചനധ്യാനത്തിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും തൻ്റെ ജീവിതത്തെ ഭക്തിയിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വളർന്നു വരുമ്പോൾ മറ്റു ചിലർക്ക് ഒരു പുഷ് ആവശ്യമായി വരും. മറ്റു ചിലർക്ക് ഒരു പ്രചോദനം നൽകുന്ന, പ്രബോധനം നൽകുന്ന, സ്നേഹത്തോടു കൂടിയ വാക്കുകളായിരിക്കും അവരെ ആത്മീയ തലത്തിലേക്ക് ഉയർന്നു വരുവാൻ കാരണമായി തീരുന്നത്. ആരും പറയാതെ തന്നെ, ആരും സഹായത്തിനില്ലാതിരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മീയ നിലകളിൽ മുന്നേറി വരുന്നല്ലോ, ഞാൻ പല കാര്യങ്ങളും കണ്ടും അറിഞ്ഞും കേട്ടും പ്രവർത്തിക്കുന്നല്ലോ, എന്തുകൊണ്ട് ആ വ്യക്തിക്ക് പറ്റുന്നില്ല എന്ന് നമ്മൾ ഒരിക്കലും ആരെയും കുറഞ്ഞവരായി കണ്ട് കുറ്റം വിധിച്ച് തള്ളാൻ കഴിയുകയില്ല. കാരണം പല സന്ദർഭങ്ങളിലും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്തും കാര്യങ്ങൾ കണ്ടും അറിഞ്ഞും കേട്ടും സ്വയമായി ആത്മീയമായി വളരെയൊക്കെ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിനകത്തും ചില സന്ദർഭങ്ങളിലെങ്കിലും മറ്റു ചിലരുടേതാകുന്ന ഉപദേശങ്ങളും അവരുടേതാകുന്ന ഇടപെടലുകളും നമുക്ക് ആവശ്യമായി വന്നിട്ടില്ലേ ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണു തുറക്കാൻ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ പരസ്പരം കൈകോർത്ത് ബലഹീനരായവരെ താങ്ങി അവരെ ആത്മീയമായി പ്രചോദനങ്ങൾ നൽകി ദൈവകൃപയിൽ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ചിലർ പല കാര്യങ്ങളും സ്വയമായി ചെയ്യുന്നു, മറ്റു ചിലർക്ക് മറ്റുള്ളവരുടെ സഹായങ്ങൾ ആവശ്യമായി വരുന്നു, പ്രചോദനങ്ങളും പ്രബോധനങ്ങളും ആവശ്യമായിരുന്നു. ചിലർ അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ആരെയും ഉപേക്ഷിക്കാതിരിക്കാം. ദൈവകൃപയിൽ പരസ്പരം താങ്ങിയും പ്രാർത്ഥിച്ചും ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിൽ, ആ സാന്നിധ്യത്തിൽ അതനുഭവിക്കുന്ന ദൈവമക്കളുമായുള്ള കൂട്ടായ്മയിൽ മുന്നേറി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയായി തീരട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ, കൂട്ടായ്മയിലുള്ളവരെ, സമൂഹത്തിലുള്ളവരെ പുറന്തള്ളാതെ നമുക്ക് കൂട്ടായ്മയുടെ വലം കൈകൊടുത്ത് ദൈവകൃപയിൽ രൂപാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമേൻ.